2013 ജനുവരി മാസം 30 രാവിലെ പത്രം വായിച്ചപ്പോൾ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത കാണുവാനിടയായി. അത് മറ്റൊന്നുമല്ല, 8-9 വർഷങ്ങളായിട്ട് അരയ്ക്ക് കീഴെ തളർന്നുപോയ ഒരു മനുഷ്യൻ സ്വന്തം കൈകൾ കൊണ്ട് ആ തളർന്ന് നിർജീവമായ സ്വന്തം കാലുകൾ വെട്ടിമാറ്റിയതായ ഒരു വാർത്തയാണ് വായിപ്പാനായിട്ട് കഴിഞ്ഞത്. വാസ്തവത്തിൽ അങ്ങനെ ഒരു വാർത്ത വായിച്ചപ്പോൾ അമ്പരന്നു പോയി. നിരാശ എല്ലാവർക്കും ഉണ്ടാകുക സ്വാഭാവികമാണ്. എന്നാൽ സ്വന്തം ശരീരത്തെ ജീവനോട് ഇരിക്കുമ്പോൾ തന്നെ ഇപ്രകാരം ഒരു ക്രൂരകൃത്യത്തിന് വിധേയനാകുക എന്ന് പറയുന്നത് എത്രത്തോളം ആ ഹൃദയം, ആ വ്യക്തി നിരാശയുടെ അഗാധതയിലേക്ക് ആണ്ടു എന്നതിൻ്റെ ഒരു തെളിവായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ ഇന്ന് ഈ സംഭവം ഒറ്റപ്പെട്ട സംഭവം മാത്രമല്ല. ഇന്ന് അനേകരും നിരാശയോടെ കഴിയുമ്പോൾ തന്നെ അവരാരും അത് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആരെയൊക്കെയോ ഭയപ്പെടുന്നത് കൊണ്ട് ഇപ്രകാരം ക്രൂരകൃത്യത്തിന് വിധേയരാകുന്നില്ല എന്ന് ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മുടെ സമൂഹത്തെ മൊത്തത്തിൽ കാർന്നു തിന്നുന്ന ഒരു അർബുദ വ്യാധിയാണ് മനുഷ്യൻ്റെ നിരാശ എന്ന് പറയുന്നത്. എങ്ങനെയാണ് നിരാശ ഉണ്ടാകുന്നത്? ഇന്ന് ആശകൾ വർദ്ധിക്കുകയാണ്. നമ്മുടെ ജീവിത സാഹചര്യത്തെ നാം ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ള ആപ്തവാക്യമെല്ലാം മറന്ന് മറ്റുള്ളവരെ പോലെ ആകണം, അയൽവക്കക്കാരനെ പോലെ ആകണം, സഹപ്രവർത്തകനെ പോലെ, സഹപാഠിയെപ്പോലെ ഒക്കെ ആകണം, അല്ലെങ്കിൽ അവരെക്കാൾ കേമന്മാരാകണം എന്നുള്ള ഒരു അമിതമായി അടങ്ങാത്ത ആവേശം നമ്മുടെ ഹൃദയത്തിൽ അലതള്ളുമ്പോൾ, പക്ഷെ പലപ്പോഴും അങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ എത്തിപ്പിടിക്കാനായിട്ട് കഴിയാതെ വരുമ്പോൾ നമ്മുടെ ഹൃദയം നിരാശയിൽ ആണ്ടുപോകുകയാണ്. ഈ വ്യക്തിയോട് പിന്നീട് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത്. ആദ്യം വിചാരിച്ചു വേറെ ആരോ വന്ന് തൻ്റെ കാലുകൾ വെട്ടിമാറ്റി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നീട് അദ്ദേഹം സത്യം തുറന്നു പറഞ്ഞു, ഞാൻ തന്നെയാണ് അങ്ങനെ ചെയ്തത്. നോക്കണം, അദ്ദേഹത്തെ സ്നേഹിക്കുന്നൊരു ഭാര്യയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏത് വിഷയങ്ങളും പരിഹരിക്കത്തക്ക നിലയിൽ, ചെയ്തു കൊടുക്കത്തക്ക നിലയിൽ സദാ സന്നദ്ധയായ ഒരു ഭാര്യ തനിക്കുണ്ടായിരുന്നു. ഞാൻ ചിന്തിക്കുന്നത്, എന്നാൽ എത്രയോ പേര് ഇത്ര കിടക്കയിൽ എഴുന്നേൽക്കാൻ കഴിയാതെ വണ്ണം കഴിയുന്നവരുണ്ട്. ഒരുപക്ഷെ നോക്കുവാൻ ആരുമില്ലാതെ, ഒരു നേരത്തെ ആഹാരം പോലും കൊടുക്കുവാൻ ആരുമില്ലാതെ ഭാരപ്പെടുന്ന അനേക വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് അദ്ദേഹം ചിന്തിച്ചില്ല, അല്ലെങ്കിൽ ആരും അദ്ദേഹത്തെ ആ വിധത്തിൽ ബോധ്യപ്പെടുത്തി കാണില്ല. എന്തുമായിക്കൊള്ളട്ടെ, ഞാനൊരു ഒറ്റപ്പെട്ട സംഭവം എടുത്തു പറയുകയായിരുന്നില്ല. ഇന്ന് പൊതുവെ മനുഷ്യൻ നിരാശയോടെ കഴിയുന്ന രംഗമാണ് കാണാൻ കഴിയുന്നത്. എന്നാൽ പ്രിയരെ, ഇങ്ങനെ നിരാശയുടെ അഗാധതയിലേക്ക് ആണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സമൂഹത്തിൽ ഓരോ വ്യക്തികൾക്കും കുടുംബത്തിനും എങ്ങനെ കരകയറാനായിട്ട് കഴിയും? അത് നാം ചിന്തിക്കേണ്ടതുണ്ടല്ലോ. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ വർദ്ധിക്കുന്നതനുസരിച്ച് നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്തത് കൊണ്ട് പലപ്പോഴും നമുക്ക് നിരാശകൾ കുമിഞ്ഞുകൂടുന്നതായിട്ടാണ് കാണാനായിട്ട് കഴിയുന്നത്. എന്നാൽ ഹൃദയത്തെ നിരാശ കൊണ്ട് മൂടുമ്പോൾ ഈ ഹൃദയത്തിന് ആശ്വാസം നൽകുവാൻ ഒരുപക്ഷെ സ്വന്തക്കാർക്കോ, ചാർച്ചക്കാർക്കോ, നമ്മുടെ സഹപ്രവർത്തകർക്കോ, സഹപാഠികൾക്കോ, അയൽവക്കക്കാർക്കോ ഒന്നും കഴിഞ്ഞെന്ന് വരത്തില്ല. കാരണം അവരും നിസ്സഹായരാണ്, അവർക്കും പരിമിതികളുണ്ട്. എന്നാൽ നമ്മെ സഹായിക്കാനായിട്ട് കഴിയുന്നത് നമ്മുടെ സൃഷ്ടിതാവായ ദൈവത്തിന് മാത്രമാണ്. ജീവനുള്ള സൃഷ്ടിതാവായ ദൈവത്തിന് നമ്മുടെ ഹൃദയത്തിലെ നിരാശകളെ മാറ്റി നമുക്ക് യഥാർത്ഥ ആശ്വാസം നൽകുവാനായിട്ട് കഴിയും എന്നുള്ള വസ്തുത നാം മറന്നു പോകരുത്. തിരുവചനത്തിൽ ഇപ്രകാരം ജീവിതത്തിൽ വലിയ സമ്മർദ്ദങ്ങൾ ഏറിയപ്പോൾ മരിക്കാനായിട്ട് ആഗ്രഹിച്ച ഒരു പ്രവാചകനെ കാണാൻ കഴിയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഏലിയാവ് എന്നാണ്. താൻ പ്രാർത്ഥിച്ചപ്പോൾ ആകാശം അടഞ്ഞു, മഴ പെയ്യാതിരുന്നു. പിന്നീട് പ്രാർത്ഥിച്ചപ്പോൾ ആകാശം തുറന്നു, മഴ പെയ്തു. പിന്നീട് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി യാഗപീഠം ദഹിപ്പിക്കത്തക്ക നിലയിൽ ഇടയായ ഒരു വ്യക്തിത്വമായിരുന്നു ഈ ഏലിയാവ്. എന്നാൽ അതിനുശേഷം അന്നത്തെ ആഹാബ് രാജാവിൻ്റെ ഭാര്യ ഇസബേലിൻ്റെ ആ ഭീഷണിയുടെ വാക്കിൻ്റെ മുൻപാകെ, ഇനി എനിക്ക് മരിച്ചാൽ മതി, എനിക്ക് ജീവിക്കേണ്ട, എൻ്റെ പിതാക്കന്മാരെക്കാൾ ഞാൻ ഒട്ടും നല്ലവനല്ല എന്ന് പറഞ്ഞ് നിരാശയോടെ മരിക്കാൻ ആഗ്രഹിച്ച് മരുഭൂമിയിൽ ചൂരച്ചീഴിൽ കീഴിൽ കിടന്നുറങ്ങുന്ന ഒരു ഏലിയാവിനെ കാണാനായിട്ട് കഴിയുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, ആ നിരാശയോടെ ആയിരുന്ന ആ വ്യക്തിയുടെ ജീവിതത്തെ ദൈവം ഇടപെടുകയാണ്. ദൈവം ദൂതനെ അയച്ച് അവന് ആവശ്യമുള്ളതായ വെള്ളവും അപ്പവും നൽകി അവനെ പിന്നീടും ഏറെ ദൂരം യാത്ര ചെയ്ത് പിന്നെയും ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യത്തക്ക നിലയിൽ ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ളൊരു പാത്രമാക്കി അദ്ദേഹത്തെ തീർത്തതായിട്ട് വായിപ്പാനായിട്ട് കഴിയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവത്തിന് മാത്രമേ നമ്മുടെ നിരാശകളെ മാറ്റുവാൻ കഴിയുകയുള്ളൂ. നമ്മുടെ ജീവിതം എപ്രകാരം തകർന്നതാണെങ്കിലും, എത്രമാത്രം നിരാശയോടെ ആണെങ്കിലും ആ അവസ്ഥയ്ക്ക് ഭേദം വരുത്തി ശാശ്വതമായ ശാന്തിയും സമാധാനം നൽകുവാൻ യേശു ക്രിസ്തുവിന് കഴിയും.
ആരാണ് യേശു ക്രിസ്തു? ലോകത്തെ ഉണ്ടാക്കിയവൻ, സകലത്തെയും നിർമ്മിച്ചവൻ, മാനവകുലത്തെ മണ്ണിൽ നിന്ന് നിർമ്മിച്ച് മൂക്കിൽ ജീവശ്വാസം ഊതി അത് ജീവനുള്ള ദേഹിയാക്കി തീർത്ത സൃഷ്ടിതാവായ ദൈവം മനുഷ്യനായിട്ട് ഇഹത്തിലേക്ക് വന്നതത്രേ കർത്താവായ യേശുക്രിസ്തു. ആ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ച് 30-33 വയസ്സ് വരെ നമ്മെപ്പോലെ മനുഷ്യനായിട്ട് ജീവിച്ച് ഒടുവിൽ മാനവകുലത്തിൻ്റെ പാപത്തിന് പരിഹാരം വരത്തക്ക നിലയിൽ പാപത്തിൻ്റെ ശിക്ഷ ഏറ്റെടുത്ത് യേശുക്രിസ്തു അതേ കാൽവരി ക്രൂശിൽ മരത്തിൻ മുകളിൽ, ക്രൂശിൻ മുകളിൽ അതേ യാഗമായി തീർന്നതായിട്ട് വിശുദ്ധ ബൈബിൾ സാക്ഷിക്കുന്നു. ആ യേശു അടക്കപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുകയാണ്. ഈ ജീവിക്കുന്ന യേശു ക്രിസ്തുവിന് നമ്മുടെ ഹൃദയത്തിലെ നിരാശകളെ മാറ്റുവാനായിട്ട്, നമുക്ക് ശാന്തി നൽകുവാനായിട്ട്, നമുക്ക് സമാധാനം നൽകുവാനായിട്ട് കഴിയും. ഒരിക്കൽ യേശുവിൻ്റെ ശിഷ്യനായിരുന്ന പത്രോസ് അതേ അന്ത്യോളം അധ്വാനിച്ചു, രാത്രി മുഴുവൻ അധ്വാനിച്ചു. പക്ഷേ താൻ മുക്കുവനായിരുന്നു, മത്സ്യം അതൊന്നും ലഭിക്കാത്തൊരു സാഹചര്യം. പക്ഷേ യേശുവിൻ്റെ വാക്കിൻ്റെ മുൻപാകെ താൻ അനുസരിച്ച് വലയിറക്കിയപ്പോൾ പെരുത്ത മീൻകൂട്ടം കിട്ടിയതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. അങ്ങനെ അനവധി സംഭവങ്ങൾ വിശുദ്ധ വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ആരെല്ലാം നിരാശയോടെ ആയിരുന്നുവോ, ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നിരാശയോടെ ആയിരുന്നുവോ, അവർ യേശുവിൻ്റെ വാക്കിൻ്റെ മുൻപാകെ തങ്ങളുടെ ജീവിതം സമർപ്പിച്ചത് മുഖാന്തരം നിരാശ മാറി പ്രത്യാശ കൊണ്ട് അവരുടെ ഹൃദയം നിറഞ്ഞതായിട്ട്, അവരുടെ ജീവിതം മാറിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇന്നത്തെ യുവലോകം വേണ്ട, സമൂഹത്തിൻ്റെ എല്ലാ തുറകളിൽപ്പെട്ട ആളുകളും അതെ വ്യത്യസ്തങ്ങളായിട്ടുള്ളതായ പ്രശ്നങ്ങളാൽ, പ്രതിസന്ധികളാൽ, സമ്മർദ്ദങ്ങളാൽ വീർപ്പ് മുട്ടുന്നൊരു സാഹചര്യമാണ്. എവിടെ കിട്ടും ആശ്വാസം? എവിടെ കിട്ടും സമാധാനം? അവനറിയാവുന്ന വഴികൾ അവൻ തേടുന്നു. ചിലർ മദ്യത്തിൽ ആശ്രയിക്കുന്നു, ചിലർ മയക്കുമരുന്നിൽ ആശ്രയിക്കുന്നു, ചിലർ മറ്റ് സിനിമ പോലുള്ളതായ ദുർമാർഗങ്ങളിലേക്ക് നീങ്ങുന്നു. അത് മറ്റു പല തെറ്റായ മാർഗങ്ങളിലേക്ക് നീങ്ങുകയാണ്. പക്ഷേ അതെല്ലാം മനുഷ്യനെ കൂടുതൽ സങ്കീർണമാക്കുക, പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണങ്ങളാക്കുകയാണ്. ആശ്വാസമാണെന്ന് കരുതി ആശ്രയിക്കുന്ന പല സങ്കേതങ്ങളും നമുക്ക് കെണിയായിട്ട് തീരുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. എന്നാൽ നമുക്ക് യഥാർത്ഥമായി ആശ്വാസം നൽകുവാനായിട്ട് ജീവനുള്ള ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ആ യേശു നമ്മളെ സ്നേഹിക്കുന്നു. നമുക്ക് വേണ്ടി മരിച്ച യേശു, നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ യേശു, നമുക്ക് വേണ്ടി ജീവിക്കുന്ന യേശു നമ്മുടെ ജീവിതത്തിൽ ശാന്തിയും സമാധാനം നൽകുവാൻ മതിയായവനാണ്. തിരുവചനം അങ്ങനെ പറയുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല. ഈ ലോകം ചില സമാധാനം നമുക്ക് നൽകും, അത് ശാശ്വതമല്ല, താൽക്കാലികമാണ്. മദ്യത്തിനോ മയക്കുമരുന്നിനോ മറ്റ് ചില ഇമ്പങ്ങൾക്കോ ഇഷ്ടങ്ങൾക്കൊക്കെ അല്പം ഒരു ശാന്തി നൽകാൻ കഴിഞ്ഞേക്കാം. പക്ഷെ അതൊന്നും ശാശ്വതമായ സമാധാനമല്ല, നിത്യമായ സമാധാനം. പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന സ്വസ്ഥത, സമാധാനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വന്തം സ്വഭാവമാണ്. ആ സ്വഭാവത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ ആ ദൈവത്തിന് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥ സമാധാനം നൽകാൻ കഴിയുകയുള്ളൂ. അതിനുവേണ്ടി നാം ചെയ്യേണ്ടത് ആ ദൈവത്തിലേക്ക് അടുക്കുക എന്നുള്ളതാണ്. നമ്മെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാനായിട്ട് കടന്നു വന്ന വ്യക്തി അത്രേ കർത്താവായ യേശുക്രിസ്തു. ആ യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ച് ഇന്നും ജീവിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിന് ശാന്തി നൽകുവാൻ, സമാധാനം നൽകുവാൻ, നമ്മുടെ പാപത്തിന് പരിഹാരം നൽകി സന്തുഷ്ടകരമായ ഒരു ജീവൻ നയിച്ച് ഒരു ഉത്തമ പൗരന്മാരായി ഈ സമൂഹത്തിൽ ജീവിപ്പാൻ നമ്മെ സഹായിപ്പാൻ യേശു മതിയായവനാണ്. ഈ യേശുവിൻ്റെ സനാതന സാന്നിധ്യം നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹവും ആശ്വാസവും നൽകുമാറാകട്ടെ എന്ന് നമ്മളെ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. എൻ്റെ വാക്കുകളെ ഇവിടെ ചുരുക്കുക.